നമസ്കാരം. പിണറായി കാലത്തെ പോലീസിന് എപ്പോഴും വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല ശപിച്ചിട്ടുണ്ട് നാട്ടുകാർ. നമുക്കറിയാം 10 വർഷത്തിനിടയിൽ എത്രയെത്ര ലോക്കപ്പ് മർദ്ദനങ്ങൾ, മരണങ്ങൾ, ഭീകരമായ മർദ്ദനങ്ങൾ, ലോക്കപ്പിൽ അല്ലെങ്കിൽ CCTV ഇല്ലാത്ത പ്രദേശങ്ങൾ കൊണ്ടുപോയിട്ട് ക്രൂരമായി മർദ്ദിക്കുക. അത് ആരാണ് എന്നൊന്നുമല്ല, അപ്പനും മകനും നിൽക്കുമ്പോൾ രണ്ടുപേരും മർദ്ദിക്കുക. എന്തൊരു മാനസികമായിട്ടുള്ള ഒരു പ്രയാസം എന്ന് ആലോചിച്ച് നോക്കുക. അത്രയും ക്രൂരമായി മർദ്ദിക്കാൻ അല്ലെങ്കിൽ ആ രീതിയിൽ പെരുമാറാൻ ഈ പോലീസുകാർക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 2 രീതിയാണ്. ഒന്ന്, അവർക്ക് മനസ്സമാധാനം കൊടുക്കൂല. അവർ പോലീസുകാരാണ്, ഈ നാടിന്റെ സംരക്ഷകരാണ് എന്ന ആ ഒരു തത്വം ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന, അവരെ പഠിപ്പിച്ചു വെച്ചേക്കുന്ന ആ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തെ ഓർമ്മിക്കാതിരിക്കാൻ തക്കവണ്ണം അവർക്ക് പ്രഷർ കൊടുക്കുക. അതായത് അവരെ കൊണ്ട് അവരുടെ വിടുപണി, CPM-ന്റെ നേതാക്കളുടെയൊക്കെ വിടുപണി ചെയ്യിക്കുക. ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ CI റാങ്കിന്റെ മേളിൽ വരുമെന്നാണ് പറയുന്നത്. ആ നിലയിൽ റാങ്ക് ഉണ്ടാക്കി കൊടുക്കുക. ഏതെങ്കിലും ഒരു ലോക്കൽ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു CPM പ്രവർത്തനാണെങ്കിലും അവന് സല്യൂട്ട് അടിച്ച് പോലീസ് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ. അതായത് എന്ത് തോന്നിയാസം കാണിച്ചാലും അവന് കൊട പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പോലീസുകാരന്റെ വീട് പട്ടിണിയാവും, അല്ലെങ്കിൽ അയാൾ സ്ഥലം മാറ്റപ്പെടും, വളരെ പ്രയാസം അനുഭവിക്കും, ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് സഹിക്കാൻ വയ്യാതെ ഈ പോലീസുകാർ ഗുണ്ടകളായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 10 വർഷമായി കാണുന്നത്. അതൊന്ന്. രണ്ടാമത്, പോലീസുകാർ അടിമയായി മാറുന്ന ഒരു സാഹചര്യം. അവരും ആത്മാഭിമാനമുള്ളവരാണ്, ഒരു കുടുംബത്തിന്റെ നാഥനാണ്, ഒരു മകനാണ്, ഒരു അച്ഛനാണ്, ഒരു വല്യച്ഛനാണ്, അങ്ങനെയൊക്കെയാണ്. അത് മാത്രമല്ല, ഒരു ഡിപ്പാർട്ട്മെന്റിൽ അഭിമാനത്തോടെ കൈകാര്യം ചെയ്യേണ്ട, മറ്റുള്ളവർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ അവസരമൊരുക്കേണ്ട പോലീസ് സേനയാണ്. ആ സേനയെ അടിമയായി, അതായത് ഒരു പട്ടിയുടെ വില പോലും കൊടുക്കാതെ പറാട്ട അടിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ. ഇത് രണ്ടുമാണ് കഴിഞ്ഞ 10 വർഷത്തിൽ പോലീസ് സേനയെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അനുഭവം കൊണ്ടാണ്, പല അനുഭവങ്ങളുമാണ്. പല പോലീസുകാരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ കുടുങ്ങിയിട്ടാണ്, പോലീസുകാരായിപ്പോയി, യൂണിഫോം ഇട്ടുപോയി. അതാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഞാൻ സ്റ്റേഷനോ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി കണ്ട് പ്രശ്നമുണ്ടാക്കിയെന്ന് വേണ്ട. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പണി രാജിവെക്കുകയാണ്, എന്നിട്ട് വല്ല ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ പോവാണ്, നിവൃത്തിയില്ല, കുടുങ്ങി എന്നാണ് പറയുന്നത്. നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് വെറുതെ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയുന്നതാണെന്ന്. അല്ല. മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ കേരളത്തിലെ ഗുണ്ടകളുടെ രക്ഷകർത്താവായിട്ട് മാറിയിട്ടുള്ള പിണറായി വിജയൻ, അന്നത്തെ കാലത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം തന്നെ ഇതിനൊന്നാത്ത തെളിവാണ്. അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ചില ചാനലുകൾ ചെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുറ്റത്തെന്ന് പറയുമ്പോൾ മുറ്റത്തിന്റെ പുറത്ത് കഷ്ടി ഒരു വാഹനം കടന്നു പോകാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് ഒരു പോലീസ് ജീപ്പ് പാർക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട്. പോലീസ് ജീപ്പ് എന്ന് പറയാൻ ബാറ്ററി ഒന്നുമില്ല, ഓടുന്ന വണ്ടിയൊന്നുമല്ല. ആ ടയർ അവിടെ നിന്ന് കഴിച്ച 10 വർഷമായിട്ട് അതിൽ മണ്ണ് കയറി ടയർ താഴ്ന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം. ആ നിലയിൽ ഒരു വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയെന്നറിയോ? ഈ പിണറായി എന്ന് പറയുന്ന 10 വർഷം ഇവിടെ ഭരിച്ച മുഖ്യമന്ത്രിയുടെ ചുറ്റുമതിൽ കാവലിന് വേണ്ടിയിട്ട്. അകത്ത് വേറെ ആൾക്കാരുണ്ട്, ഗൺമാന്മാരും മറ്റുള്ളവരും ഒക്കെ മുറ്റത്തിനുള്ളിലുണ്ട്. പുറത്ത് റോഡിൽ കാവൽ പട്ടിയെ പോലെ 3 പേർ, SI ഉണ്ടാകും, അതിന് ASIമാരുണ്ടാവും, CPOമാരുണ്ടാവും, അതിൽ തന്നെ വനിതകളുണ്ടാവും. അത്യന്തം ക്രൂരമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു നിലപാടായിരുന്നു അവരോട് എടുത്തിരുന്നത് ഈ മുഖ്യമന്ത്രി, നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ സഖാവ് എടുത്തിരുന്നത്. പട്ടിയുടെ വില പോലും കൊടുത്തിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇതറിയാം. കാരണം അവർക്ക് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല, എങ്ങോട്ട് പോകണം നിവൃത്തിയില്ല, ഒരു മൂത്രമൊഴിക്കാൻ പോകാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അവർക്ക്. കാരണം അവിടെ അതിനുള്ള ഒരു സൗകര്യവുമില്ലായിരുന്നു. ഇത്രത്തോളം ദുരവസ്ഥയിലാണ് സ്ത്രീകൾ അടക്കമുള്ള പോലീസുകാർ അവിടെ ഒരു നിവൃത്തിയുമില്ലാതെ കാവൽ കിടക്കുന്നത്, മാറി മാറി കാവൽ കിടക്കുന്നത് എന്നറിഞ്ഞിട്ടും. അതായത് ഇരിക്കാൻ ആകെ ഒരു ജീപ്പ് മാത്രമേ ഉള്ളൂ, അതിനുള്ളിലാണ് ഈ 10 വർഷം മാറി മാറി അവർ കഴിഞ്ഞു പോകുന്നത് എന്ന് പകർത്തി എഴുതാൻ ആരെയും അനുവദിക്കില്ല എന്നാണ് പത്രക്കാര്, ചാനലുകാർ പറയുന്നത്. ഞങ്ങൾ അവിടെ ചെന്നത് ഫോട്ടോ എടുത്ത് ഒന്ന് വാർത്തയായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ജീവൻ ഉണ്ടാവില്ല, ഞങ്ങൾ ജീവനിൽ ഭയന്നാണ് ഞങ്ങൾ ഇത്രയും കാലം വാർത്ത ചെയ്യാതിരുന്നത് എന്നാണ് പറയുന്നത്. ഭരണം മാറി, VD സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. അതായത് CPM-ന്റെ ഗുണ്ടാഭരണത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞ ശേഷമാണ് പോലീസിന് ഒരല്പം സ്വസ്ഥത ഉണ്ടായത്. എന്നിട്ടും ആ പോലീസുകാർ ആ ക്യാമിൽ എവിടെയും തന്നെ, ദൃശ്യത്തിൽ എവിടെയും തന്നെ വരുന്നില്ല. ഭയമാണ് അവർക്ക്. കാരണം കണ്ണൂരാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതായിരുന്നു പോലീസിന്റെ കഴിഞ്ഞ 10 വർഷത്തെ അവസ്ഥ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം അവരുടെ സംരക്ഷണയിൽ നിൽക്കേണ്ട ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം ലഹരിയും പിടിച്ചുപറിയും ഒരു സമാധാനമില്ലാത്ത സാഹചര്യം ഉണ്ടായതെന്ന് നിന്ന് മനസ്സിലായിക്കൂടെ? പോലീസിന് ഒരു തരത്തിലും സ്വസ്ഥത കൊടുത്തിട്ടില്ല, അടിമയാക്കി. പിണറായി ഭരണത്തിൽ ചോരയിൽ മുങ്ങിയ പോലീസും ചുവന്ന ഗുണ്ടായുസവുമായി പോയി. അവിടെ അർദ്ധരാത്രിയിലെ കട്ട പിടിച്ച ഇരുട്ടില് ആ ഇടവഴിയില് ആ പഴയ പോലീസ് ജീപ്പിന്റെ തുരുമ്പിച്ച സീറ്റിൽ
നിവർന്ന് കിടക്കാനോ ഇരിക്കാനോ നിവൃത്തിയില്ലാതെ, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനോ ഒരു നിവൃത്തിയുമില്ലാതെ പ്രകൃതി നിയമങ്ങളുണ്ട് ഇല്ലേ? എന്തെങ്കിലും കഴിച്ചാൽ പുറത്തേക്ക് വിടണമല്ലോ, അതിനുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ലാതെ 10 വർഷങ്ങൾ, ഒരു അനുവാദമില്ലാതെ, മൂത്രമൊഴിക്കാൻ അനുവാദമില്ലാതെ 10 വർഷം എന്ന് പറഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര ഗതികെട്ടായിരിക്കും അവിടെ. ഏതാണ്ട് മീറ്റർ 100-150 മീറ്റർ അപ്പുറത്ത് ഒരു ചായപ്പിടികയോ ഒരു ബേക്കറിയോ എന്തോ ഒരെണ്ണമുണ്ട്, അവർക്കൊരു ടോയ്ലറ്റും ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ 10 വർഷം ഈ സാധുക്കൾ അവിടെ ഈ വാഹനത്തിനുള്ളിൽ കഴിച്ചു കൂട്ടിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അവർ മനുഷ്യരാണെന്ന് പോലും കേരളത്തിന് എന്താ പറയാ മുഖ്യമന്ത്രി എന്ന് അറിയപ്പെടുന്ന, അങ്ങനെ ആയിരുന്നു എന്ന് അറിയപ്പെടുന്ന, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആകുമെന്ന് പറയപ്പെടുന്ന അദ്ദേഹം ഇവരെ കണ്ടിരുന്നത് എന്നാണ്. അവർക്ക് സ്വസ്ഥമായി ഇരിക്കാനുള്ള ഒരു അവസരമെങ്കിലും കൊടുക്കണ്ടേ? അവർ മനുഷ്യരാണെന്ന് പരിഗണിക്കണ്ടേ? അതൊന്നും പരിഗണിച്ചിരുന്നില്ലല്ലോ. കേരളത്തിലെ ഒരു ഭരണാധികാരിയുടെ കൊട്ടാര സദസ്യമായിട്ടുള്ള വീടിന്റെ മുന്നിലെ ഇടുങ്ങിയ ഇടവഴിയിൽ വനിതാ പോലീസുകാരടക്കമുള്ള മനുഷ്യർ നരകയാതന അനുഭവിച്ചതിന്റെ കഥയാണ് പറഞ്ഞു വരുന്നത്. കൊടും കുറ്റവാളികളെ പോലെയായിരുന്നു അവർ അവിടെ കഴിഞ്ഞിരുന്നത് എന്ന് ആ ദൃശ്യങ്ങൾ കാണുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും. ഇന്ന് പുറത്തു വരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ ആ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം വിരൽ ചൂണ്ടി വിളിച്ചു പറയുന്നുണ്ട്. ഞങ്ങൾക്കിത് നേരത്തെ അറിയാമായിരുന്നു, പക്ഷേ ഒരു ചിത്രം പകർത്താനോ ഒരു വാർത്തയാക്കാനോ ഞങ്ങൾക്ക് ധൈര്യമില്ലായിരുന്നു. കാരണം അങ്ങനെ എങ്ങാനും ചെയ്താൽ പിന്നെ ഞങ്ങൾ ബാക്കി ഉണ്ടാവില്ല എന്നൊരു ഭയം ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് സത്യമായിരുന്നു. കാരണം കണ്ണൂരിന്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്, CPM രാഷ്ട്രീയം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് എന്ന്. അതുകൊണ്ട് വരുന്ന വാർത്തകൾ, കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ സെൻസർ ചെയ്ത് എന്ത് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് എന്ന്. ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലകരെ സ്വന്തം വീട്ടുപടിക്കൽ അടിമകളാക്കി നിർത്തിയ ഭയത്തിന്റെ ആ ഇരുണ്ട സാമ്രാജ്യത്വത്തിനായിരുന്നു കഴിഞ്ഞ 10 വർഷം കേരളം സാക്ഷ്യം വഹിച്ചത് എന്ന് മനസ്സിലാക്കണം. പോലീസിനെ വെറും കളിപ്പാവളാക്കി ഗുണ്ടകൾക്കും കൊലയാളികൾക്കും വേണ്ടി സിംഹാസനം ഒരുക്കിയ ഒരു ഭരണാധികാരിയുടെയും അദ്ദേഹത്തിന്റെ തണലിൽ ആടിത്തമിർത്ത ചുവന്ന ഗുണ്ടായുസത്തിന്റെയും ചോര പുരണ്ട ചരിത്രം കൂടിയാണത്. നിയമത്തിന്റെ കാവലാളുകളെ ഗുണ്ടാക്കുപ്പായം അണിയിച്ച ഒരു സർക്കാർ. ഏതൊരു ജനാധിപത്യ രാജ്യത്തും തങ്ങളുടെ ജീവനും സ്വത്തിനും കാവൽ നിൽക്കേണ്ടത് പോലീസാണ്. എന്നാൽ അവിടെ പോലീസിന്റെ അന്തസ്സും ആത്മാഭിമാനവും അധികാര ബൂട്ടിനടിയിൽ ചതച്ചരിക്കപ്പെട്ട് കിടക്കുന്ന കാഴ്ച കാണുമ്പോൾ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഈ ജനം എന്താണ് മനസ്സിലാക്കേണ്ടത്? മുഖ്യമന്ത്രിയുടെ വീടിന് കാവൽ നിന്ന പോലീസുകാരുടെ ദുരവസ്ഥ ഒരു പ്രതീകം മാത്രമാണ്. സ്വന്തം സേനയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അടിസ്ഥാന മാനുഷിക അവകാശങ്ങൾ പോലും നിഷേധിച്ച ഒരു ഭരണകൂടം അവരെ ക്രമേണ പാർട്ടിയുടെ ഗുണ്ടാപ്പിരിവുകാരായും അക്രമി കൂട്ടങ്ങളായും ഒക്കെ പ്രവർത്തിപ്പിക്കുന്നതാണ് കണ്ടത്. നമുക്കറിയാം കഴിഞ്ഞ 10 വർഷം പോലീസ് സേന എങ്ങനെയായിരുന്നു കേരളത്തിൽ പ്രവർത്തിച്ചത് എന്ന്. അതിന്റെ ഏറ്റവും വികൃതമായ മുഖമായിരുന്നു നവകേരള ധൂർത്ത് എന്ന, നവകേരള സദസ് എന്ന നവകേരള ഗുണ്ടായിസം. കോടികൾ പൊടിച്ച് നടത്തിയിട്ടുള്ള അട്ടഹാസം, സഖാക്കളുടെ അട്ടഹാസം എന്ന് വേണമെങ്കിൽ പറയാം. ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിച്ച യുവജനങ്ങളെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പാർട്ടി ഗുണ്ടകളും ചേർന്ന് ഹെൽമറ്റും കമ്പിപടികളും ഉപയോഗിച്ചിട്ട് തലക്കടിച്ച് വീഴ്ത്തിയപ്പോ അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് വിശേഷിപ്പിച്ച് ന്യായീകരിക്കുകയായിരുന്നു ആഭ്യന്തര വകുപ്പ് ഭരിച്ചിരുന്ന അന്നത്തെ നെടുനായകൻ എന്ന് മനസ്സിലാക്കണം. ഒടുവിൽ അക്രമം കാണിച്ച ഗുണ്ടകൾക്ക് വിടുവേല ചെയ്യേണ്ടി വന്ന പോലീസുകാർക്ക് തന്നെ കോടതിയിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഇന്ന് ശിക്ഷയും പഴിചാരലുകളും ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ഒരു നിവൃത്തിയുമില്ലാതെ ഗുണ്ടാക്കുപ്പായം എടുത്തിടേണ്ടി വന്ന പോലീസിന്റെ ഒരു ഗതികേടാണത്. കാരണം അവർക്ക് ഗുണ്ടകളാകാൻ ഒരു താല്പര്യവുമില്ലായിരുന്നു. പക്ഷേ അവർക്ക് ഗുണ്ടാക്കുപ്പായം എടുത്തിട്ട് ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക്, തങ്ങളുടെ ഗുണ്ടകളുടെ താല്പര്യങ്ങൾക്ക്, പാർട്ടി നേതാക്കളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പിച്ച് അടിമപ്പണി എടുപ്പിച്ച് അവസാനം അതിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ട ഗതികേട് കൂടി അതേ പോലീസ് സേനയ്ക്ക്, അതേ പോലീസുകാർക്ക് വരുന്നു എന്നത് വല്ലാത്തൊരു ദുരവസ്ഥയാണ്. കൊലക്കത്തിക്ക് മൂർച്ച കൂട്ടിയിട്ടുള്ള ഭരണകൂടത്തിന്റെ തണൽ, ആ ഭരണകൂട തണലാണ് കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞു പോയത്. പോലീസിന്റെ കൈകള് കെട്ടിയിട്ടപ്പോ ക്യാമ്പസുകളും നാട്ടിടവഴികളും ചോരക്കളങ്ങളായി മാറിയപ്പോ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ജയിലിനുള്ളിൽ മൊബൈൽ ഫോണും മദ്യവും മട്ടൻ കറിയും ഫേസ്ബുക്ക് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം വരെ ഒരുക്കി കൊടുത്ത് ഇതേ ഭരണകൂടം അർമാദിച്ചപ്പോ സാധാരണക്കാരായ ജനങ്ങൾ, പാവങ്ങൾ, സാധുക്കൾ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ ഇടികൊള്ളുകയായിരുന്നു. ജയിലുകൾ ക്രിമിനലുകളുടെ സുഖവാസ കേന്ദ്രങ്ങളായപ്പോ ഈ പോലീസുകാർ തല്ലിച്ചതച്ച പാവങ്ങൾ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടായിരുന്നു. കണ്ണൂരിന്റെ മണ്ണില് സുഹൈബ് എന്ന യുവാവിനെ ബോംബെറിഞ്ഞ് വെട്ടിക്കൊന്ന ആകാശ് തെല്ലങ്കേരിമാരും സംഘവും വിഹരിച്ചത് ഇതേ പോലീസ് സംവിധാനത്തെ നോക്കുകുത്തിയാക്കിയിട്ടാണ്. കൊലപാതകികൾക്ക് സംരക്ഷണം ഒരുക്കാൻ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് കോടികൾ എറിഞ്ഞ് സുപ്രീം കോടതിയിൽ നിന്ന് അഭിഭാഷകരെ ഇറക്കുമതി ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനിടയിൽ നമ്മൾ കേരളം കണ്ടത്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ SFI ക്രിമിനലുകൾ, ഗുണ്ടകൾ പട്ടിണിക്കിട്ട് ക്രൂരമായി മർദ്ദിച്ച് വസ്ത്രങ്ങൾ നീക്കം ചെയ്ത് കെട്ടിത്തൂക്കി
ചതച്ച് കൊന്ന് കെട്ടിത്തൂക്കിയപ്പോൾ ആ പ്രതികളെ ഒളിപ്പിക്കാനും അതിന്റെ കേസ് അട്ടിമറിക്കാനും ഇതേ പോലീസ് സംവിധാനത്തെ പാർട്ടി ഉപയോഗിച്ചതും നമ്മൾ കണ്ടതാണ്. കാര്യം പോലീസ് ആദ്യം പറഞ്ഞത് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തു എന്നാണ്. അതുപോലെ തന്നെയാണ് അരീക്കോട് ഷഹബാസ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയെ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി കൊലവിളി നടത്തി വെട്ടിക്കൊന്ന പ്രതികൾക്കും ലഭിച്ചത് എന്ന് മനസ്സിലാക്കണം. സമാന രാഷ്ട്രീയ സുരക്ഷ, അധികാരത്തിന്റെ ധാർഷ്ട്യത്തില് നിയമത്തെയും ജനങ്ങളെയും വെല്ലുവിളിച്ച ആ കറുത്ത നാളുകൾക്കൊടുവിൽ അന്ത്യം കുറിക്കുകയാണ്. ഷുഹൈബ് വധക്കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കി അവരെ അടിയന്തരമായി ജയിലിലടക്കാൻ കോടതി ഉത്തരവിടുമ്പോൾ തകരുന്നത് പിണറായി വിജയൻ പടുത്തുയർത്തിയ ഭയത്തിന്റെ കോട്ടകളാണ്. പോലീസിനെ നായ്ക്കളെ പോലെ കരുതി 10 വർഷം സ്വന്തം വീടിന്റെ മുന്നിൽ, അതായത് തങ്ങളുടെ പാർട്ടി സഖാവിന്റെ മുന്നിൽ, നേതാവിന്റെ മുന്നിൽ ഇടുങ്ങിയ ഇരുട്ടിൽ തളച്ചിട്ടവർ ഇന്ന് തിരിച്ചറിയുന്നുണ്ടാവും നിയമം എപ്പോഴും അധികാരികളുടെ ആജ്ഞാനുവർത്തി ആകില്ല എന്ന്. മാധ്യമപ്രവർത്തകർക്ക് ആ സത്യം വിളിച്ചു പറയാൻ ജീവഭയം ഉണ്ടായിരുന്ന പോലീസുകാർക്ക് ഗുണ്ടകളുടെ തല്ലുകൊള്ളേണ്ടി വന്ന ആ കറുത്ത ഭരണകാലത്തിന്റെ പാപക്കറകൾ കഴുകിക്കളയാൻ കേരളത്തിന് ഇനിയും ഏറെ കാലമെടുക്കും. അധികാരത്തിന്റെ തണലിലാടിയ തിമിർത്ത ചുവന്ന ഗുണ്ടകൾക്കും അവർക്ക് വിടുവേല ചെയ്തവർക്കും കാലം കാത്തുവെച്ച കാവ്യനീതിയാണ് ഇന്ന് കോടതി മുറികളിൽ നിന്നും ജയിലറുകളിൽ നിന്നും നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ ഭീകര ജനങ്ങൾ അത് മറക്കാൻ പോലീസും അതുപോലെ ജനങ്ങളും എല്ലാം ഒരുപോലെ ആഗ്രഹിക്കുന്നു എന്നതാണ് പോലീസിൽ വന്നിട്ടുള്ള ഇപ്പോഴത്തെ മാറ്റം. ഇപ്പോൾ ഒരു ശ്വാസം വിടുകയാണ്, അവരൊന്ന് ശ്വാസം വിടുകയാണ്. അതുകൊണ്ടാണ് ആ ജീപ്പിന്റെ ഫോട്ടോ എടുക്കാനും അതിന്റെ വീഡിയോ എടുക്കാനും അതിനടുത്ത് റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ അവരും സമ്മതിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പഴയ മുഖ്യമന്ത്രിയുടെ വീടിന്റെ മുന്നിലെ ദൃശ്യങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ 10 വർഷം ഇത് ലോകം അറിഞ്ഞില്ല. 10 വർഷം ഇത്തരത്തിൽ അടിമപ്പണി എടുപ്പിച്ചതിന്റെ കഥ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ഇനി ഒരു 5 വർഷം കൂടി ഈ കേരളം അവരുടെ ചുമലിലേക്ക് വെച്ചു കൊടുത്തിരുന്നുവെങ്കിൽ, ഒരു വേള 3ാം ഭരണം അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ കേരളത്തിന്റെ ഗതി എന്തായിരിക്കുമായിരുന്നു എന്നാണ് ഇപ്പോ ചിന്തിക്കേണ്ടി വരുന്നത്. Different angles. Don't forget to subscribe and support this channel.